പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അടുത്ത മത്സരം വരുന്നത് സ്പോർട്ടിംഗ് ഡൽഹിക്കെതിരെയാണ്. ആ ഒരു മത്സരം ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് നിർണായകമാണ്. ഈ ഒരു സീസണിൽ ഒരു വിജയം പോലും കണ്ടെത്താൻ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിച്ചിട്ടില്ല. മാത്രമല്ല, കോച്ച് ഡേവിഡ് കാത്തലയുടെ കീഴിൽ വളരെ മോശം പ്രകടനം കാഴ്ചവെച്ചതുകൊണ്ട് തന്നെ കാത്തലയെ പുറത്താക്കി ആഷ്ലി വെസ്റ്റ്വുഡിനെ കേരള ബ്ലാസ്റ്റേഴ്സ് പരിശീലകനാക്കുകയായിരുന്നു. ആഷ്ലി വെസ്റ്റ്വുഡ് ആവട്ടെ ഡേവിഡ് കാത്തലയേക്കാൾ എന്തുകൊണ്ടും നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു പരിശീലകനാണ്. നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് റെലഗേറ്റ് ആയി പോകുമോ എന്ന ആശങ്കയിലാണ് ആരാധകർ. റെലഗേഷനിൽ നിന്നും കേരള ബ്ലാസ്റ്റേഴ്സിനെ രക്ഷിക്കാൻ ആഷ്ലി വെസ്റ്റ്വുഡിന് സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല, ആഷ്ലി വെസ്റ്റ്വുഡിന്റെ വരവിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയൊരു വിദേശ താരത്തിനെ കൂടി ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു. ക്ലബ്ബ് വിട്ടുപോകാൻ ഏറ്റവും ചാൻസ് ഉള്ളൊരു താരം മാർലോൺ തന്നെയായിരുന്നു. തീരെ ക്വാളിറ്റി ഇല്ലാത്തൊരു പ്രകടനമായിരുന്നു മാർലോണിന്റെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ മത്സരങ്ങളിലെല്ലാം കണ്ടിരുന്നത്. മാത്രമല്ല, കഴിഞ്ഞ മത്സരത്തിൽ മാർലോൺ റെഡ് കാർഡ് മേടിച്ചത് കൊണ്ട് തന്നെ അടുത്ത മത്സരത്തിൽ താരം അവൈലബിൾ ആയിരിക്കില്ല. മാത്രമല്ല, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായിട്ടുള്ള വിക്ടർ ബർത്തമ്യൂവിനും സസ്പെൻഷൻ ഉണ്ട്. ഇനി 3 മത്സരത്തെ സസ്പെൻഷനാണ് വിക്ടറിനുള്ളത്. നിലവിൽ ഈ 2 കളിക്കാർക്കും സസ്പെൻഷൻ ഉള്ളതുകൊണ്ട് തന്നെ ആ സസ്പെൻഷൻ പൂർണ്ണമായും തീരുന്നത് വരെ ആ കളിക്കാരനെ ഡീരജിസ്റ്റർ ചെയ്യുകയോ പകരം പുതിയ കളിക്കാരനെ ടീമിൽ രജിസ്റ്റർ ചെയ്യുകയോ ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് തന്നെ മാർലോണിന്റെയും അതുപോലെ തന്നെ വിക്ടറിന്റെയും സസ്പെൻഷൻ തീർന്നാൽ മാത്രമായിരിക്കും ആ താരങ്ങളെ ഡീരജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിൽ ഇപ്പോൾ 7 വിദേശ താരങ്ങളാണ് ഉള്ളത്. മാർലോണിനെ അല്ലെങ്കിൽ വിക്ടറിനെ കേരള ബ്ലാസ്റ്റേഴ്സിന് റിലീസ് ചെയ്യണമെങ്കിൽ ആ താരങ്ങളുടെ സസ്പെൻഷൻ പൂർണ്ണമായിട്ടും കഴിയേണ്ടതുണ്ട്. ഒരു മത്സരത്തെ സസ്പെൻഷനാണ് മാർലോണിനുള്ളത്. അടുത്തൊരു കാര്യം, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായിട്ടുള്ള നവോച്ച സിംഗും അടുത്ത ഡൽഹിക്കെതിരായിട്ടുള്ള മത്സരത്തിൽ അവൈലബിൾ ആയിരിക്കില്ല. ഈ ഒരു സീസണിൽ 4 യെല്ലോ കാർഡുകൾ ലഭിച്ചത് കാരണമാണ് നവോച്ചയ്ക്ക് സസ്പെൻഷൻ കിട്ടിയിരിക്കുന്നത്. 4 യെല്ലോ കാർഡിന്റെ ഒരു സസ്പെൻഷൻ ഉള്ളത് കൊണ്ട് തന്നെ അടുത്ത ഡൽഹിക്കെതിരായിട്ടുള്ള മത്സരത്തിൽ നവോച്ച കളിച്ചേക്കില്ല. കൂടുതൽ ഐഎസ്എല്ലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.